ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. സോ ഇന്ന് മോർണിംഗ് ഒരു 5:30 ആയതുള്ളൂ. നിങ്ങൾ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മളൊരു സീക്രട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ സീക്രട്ട് റിവീൽ ചെയ്യുന്ന ദിവസമാണ് ഗൈസ്. സോ ആ സീക്രട്ട് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഫുള്ള് കാണാം. അപ്പോൾ മോർണിംഗ് 5:30 ആയതേ ഉള്ളൂ. നമ്മളൊരു സ്ഥലം വരെ പോവാം. ഞാനും ചേട്ടനും അമ്മയെല്ലാം ഉണ്ട്. സോ പോകുന്ന വഴിക്ക് ബാക്കിയുള്ളതൊക്കെ കാണിക്കാം. എന്തിനാണ് പോകുന്നത്, എന്താ സീക്രട്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഫുള്ള് കാണാം കേട്ടോ. ഗായ്സ്, നമ്മൾ ഇവിടെ കൊച്ചിയിൽ നിന്ന് ഇറങ്ങി. ഗായ്സ്, നമ്മൾ പെട്രോൾ അടിച്ച് വണ്ടി എടുത്തു. ഇനി നേരെ കോഴിക്കോട് പോവാം. പോകുന്ന വഴിക്ക് എവിടെ നിന്നെങ്കിലും ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇനി പോകുന്ന വഴിക്ക് അങ്ങനെ കാണിക്കാം. നമ്മ ബാക്കിലുണ്ടല്ലോ ചിത്ര. ഹായ്. ചേട്ടൻ വണ്ടി ഓടിക്കുന്നത്. ഇനി നേരെ അങ്ങോട്ടേക്ക് പോവാം. അപ്പം എന്തായാലും അത്യാവശ്യം വിശപ്പൊന്നുമില്ല. ഒരു കട്ടൻ കുടിച്ചിട്ട് ഇറങ്ങിയതുകൊണ്ട് അതിൻ്റെ സീനൊന്നുമില്ല. ഇനി പോകുന്ന വഴിക്ക് ഒരു ചെറിയ ചായയൊക്കെ കുടിച്ച് പതിയെ പോവാം. ഇനി ബാക്കി പോകുന്ന വഴിക്ക് ഉള്ളതൊക്കെ കാണിക്കാം. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ ഇപ്പോൾ അങ്കമാലി എത്താൻ പോകുന്നു. അത്താണി മറ്റേ ഇൻ്റർനാഷണൽ എയർപോർട്ടൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ചെറുതായിട്ട് വെട്ടമൊക്കെ വന്ന് തുടങ്ങി. ചെറുതായിട്ട് വിശപ്പും വന്ന് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഈ പുള്ളി ബൈക്ക് ഓടിച്ച് നട റോഡിലേ പോകുള്ളൂ എന്നാണ്. കുറേ നേരമായിട്ട് ഓൺ അടിക്കുന്നത്. പുള്ളി മാറി തരുന്നില്ല. നോക്കാം എപ്പോഴാണ് മാറി തരുന്നത് നമുക്ക്. ആള് നല്ല പോക്കാണ് പോകുന്നത്. നോക്കാം. ലെഫ്റ്റ് പിടിച്ച് പോയാൽ കൊള്ളായിരുന്നു. പോകുന്നുണ്ട്. പിന്നെയും കയറാൻ വേണ്ടി പോവാണേ. ഓക്കെ, പുള്ളിക്ക് അത്യാവശ്യമായിട്ട് എവിടെ പോകാണ്ട് നമുക്ക് ആളെ വിട്ടേക്കാം. ആള് പൊക്കോട്ടെ. This is the guy. He is the rider. അപ്പച്ചാൻ. നമ്മൾ തൃശ്ശൂർ എത്തി. സമയം 7 മണി. തൃശ്ശൂർ എത്തി. തൃശ്ശൂർ പൂരം നടക്കുന്ന ക്ഷേത്രത്തിൻ്റെ അവിടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അമ്മയ്ക്ക് എന്താ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കുന്നുണ്ട് ഗൈസ്. ഫോട്ടോ എടുത്തോ ചിത്ര? എടുത്തല്ലേ? എന്നാൽ നമുക്ക് പോവാം. ഇവിടെയാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത്. ഈ ഗ്രൗണ്ടാണ് ഇത്. ഇവിടെ ഇത്ര സ്പേസ് ഉണ്ടല്ലേ, ഇപ്പുറ സൈഡൊക്കെ സ്പേസ് ഉണ്ട്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ് ഗൈസ്. പോവാം. കോഴിക്കോട് പോവാണോ? ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട്. ഇതാ ഇവിടെയൊക്കെ. ഇവിടെ പാർക്കിംഗ് അത് ഫുള്ള്. ഇവിടെയാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത്. നമ്മൾ ഇതുവരെ തൃശ്ശൂർ പൂരത്തിന് വന്നിട്ടില്ല. ഒരു ദിവസം വരണമെന്നുണ്ട്. എപ്പോഴേലും സമയം കിട്ടുമെങ്കിൽ വരാം. 7 മണി ആയിട്ടുള്ളൂ. കടയൊന്നും തുറന്നിട്ടില്ല ഗൈസ്. ഷോപ്സ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല ഇതുവരെ. നമുക്ക് ഇപ്പോഴേ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു ചായ കുടിച്ചിട്ട് ഒരു 9-10 മണിക്കൊക്കെ ഷോപ്പ് തുറക്കുള്ളൂ. അപ്പോൾ ഒരു 10 മണി 8-9 മണിക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും കഴിക്കാം. നല്ല രസമുണ്ടല്ലേ ഈ സ്ഥലം. ഈ സ്ഥലം ഏതാന്ന് മനസ്സിലായില്ല ഗൈസ്. പക്ഷെ റോഡ് നല്ല രസമുണ്ട്. 2 സൈഡും പാടം, നടുക്ക് റോഡ്. മോർണിംഗ് വലിയ വെയിലൊന്നും ഇല്ല, അതുകൊണ്ട് നല്ല രസമുണ്ട്. സൺഗ്ലാസ് ഇട്ടേക്കുന്നുണ്ടാണോ? അല്ലല്ലോ, അല്ലെങ്കിലും വെയിൽ കുറവാ. നോർമൽ ഒരു ചെറിയ വെയിലേ ഉള്ളൂ. വെട്ടം സൂര്യൻ വന്ന് തുടങ്ങിയിട്ടില്ല. അടിപൊളി സ്ഥലമാണോ ചിത്ര? അടിപൊളി സ്ഥലം. ഏതാ സ്ഥലം? നമുക്ക് മാപ്പിൽ നോക്കാം. മാപ്പില് ഏതാ? ചെമ്മന്തട്ട എവിടെയാ? ചെമ്മന്തട്ട എന്നാലും ഇത് പ്രോപ്പർ തൃശ്ശൂർ കഴിഞ്ഞിട്ട് നമ്മൾ കോഴിക്കോട് കയറിയപ്പോൾ ആ റോഡാണ് ഇത്. അതിലേതോ ഒരു സ്ഥലം മനസ്സിലാവുന്നില്ല ഗൈസ്. അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഹലോ ഗൈസ്, നമ്മൾ എടപ്പൽ എത്തി. എടപ്പൽ ഫ്ലൈ ഓവറിലാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എടപ്പൽ ഒരു വലിയൊരു സിറ്റി എന്ന് തോന്നുന്നല്ലേ? ഞാൻ ആദ്യമായിട്ട് വരുന്നത് ഇങ്ങോട്ടേക്ക്. ഇവിടെ കുറേ ഷോപ്സ് ഒക്കെ ഉണ്ടല്ലോ.
ഷോബിക്ക വെഡിങ്സ്, സിറ്റി വ്യൂ, എമിറേറ്റ്സ് മോൾ. ഇവിടെ ഒരു മോൾ ഉണ്ട്, എമിറേറ്റ്സ് മോൾ. ഷീമാട്ടി എല്ലാം ഇവിടെ ഉണ്ടല്ലോ. അലൻസോളി, വലിയൊരു സിറ്റിയാണ്. എല്ലാ ബ്രാൻഡ്സ് എല്ലാം ഉണ്ട് ഇവിടെ. ജോക്കി. ഇത്രേ ഉള്ളൂ, കിടപ്പുള്ള കഴിഞ്ഞു. നല്ല സൂപ്പർ ഹൈവേ, നല്ല വ്യൂ, നല്ല സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ട്. 100-110 പോകുന്നുണ്ട്. എന്നാലും ഒരു ഡിസ്റ്റർബൻസ് ഇല്ല, സൂപ്പറായിട്ട് പോകാൻ പറ്റും. നല്ല വ്യൂ ആണ്, വേഗം എത്താൻ പറ്റും. ഇത് എവിടെയാന്ന് ചോദിച്ചാൽ ഇതെവിടെയാന്ന് അറിയണേ. ഇത് എടപ്പലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കോഴിക്കോട് പോകുന്ന ഹൈവേ ആണ്. അപ്പോൾ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ എല്ലായിടത്തും ആവുകയാണെങ്കിൽ സെറ്റാണ്, പെട്ടെന്ന് എത്താൻ പറ്റും എല്ലായിടത്തും. നല്ല രസമുണ്ട് ഈ റോഡിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോവാൻ. അല്ലേ NFS ഒക്കെ ഓടിക്കുന്ന പോലെ അല്ലേ? മറ്റേ NFS ഒക്കെ ഓടിക്കുമ്പോൾ മറ്റേ ടണലിലൊക്കെ കയറി ഇറങ്ങുമ്പോൾ ആ ഒരു ഫീലൊക്കെ വരും. ഞാൻ മറ്റേ പണ്ട് ഒരു കല്യാണത്തിന് പാലക്കാട് പോകുമ്പോൾ നേരത്തെ ആ റോഡ് ഇങ്ങനെ ആയിരുന്നു. ആ ടണലിലൊക്കെ കയറിയപ്പോൾ കുതിരാൻ്റെ അതിലെ കൂടെയൊക്കെ കയറിയപ്പോൾ NFS ഓടിക്കുന്ന പോലെയായിരുന്നു. സെയിം. നമുക്കൊന്നും നോക്കണ്ടല്ലോ, ഫ്രണ്ടിലൊന്നും വണ്ടിയില്ല, നമ്മൾ നേരെ പോവാ. ഒരു ലൈന് പിടിച്ചിട്ട് അങ്ങനെ നേരെ പോവാ. റോഡ് നല്ല രസമുണ്ട് കാണാൻ. ഒരു ഹമ്പോ അങ്ങനെ ഒന്നുമില്ല, നല്ല സ്പീഡിൽ പോകാൻ പറ്റും. എന്തല്ലേ വേറെ സംഭവമുണ്ട്, ഇടയ്ക്കൊന്നും നിർത്താൻ പറ്റത്തില്ല. പിന്നെ ഷോപ്പൊന്നും ഉണ്ടാവില്ല, കടയൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഒറ്റ പോക്ക് പോകണം. ഈ ഫുഡ് കഴിക്കാനൊക്കെ എന്തെങ്കിലും കടയുണ്ടെങ്കിൽ തപ്പി കണ്ടുപിടിക്കണം. അതിന് അടുത്ത സിറ്റി വരണം. അതാണ് ആ ഒരു പ്രശ്നമുണ്ട്. എനിക്കിപ്പോൾ വിശന്ന് തുടങ്ങിയുണ്ട്, അതെനിക്ക് മനസ്സിലായി. കഴിക്കണ്ടേ? വിശക്കുന്നില്ലേ? കഴിക്കാം. വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ടല്ലേ? സമയം 8:30 ഇപ്പൊ 8:30. ഒരു കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഷോപ്പ് നോക്കിപ്പോയാലും ഒരു 9 മണിക്ക് നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. ഇപ്പൊ തന്നെ നോക്കി നമുക്ക് പോവാം. എനിക്ക് വിശക്കാൻ തുടങ്ങി. ഗായ്സ്, നമ്മൾ കോഴിക്കോട് എത്തി. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തി ഒരു കട കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ കയറി എന്താ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറി. എന്താ വാങ്ങിയത്? ദോശ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു ഫ്ലവർ വാങ്ങാൻ വേണ്ടിയോ, ബൊക്കെ. ആ ബൊക്കെ എത്രയാ അതിന്? ഇത് ഒന്നേ ഉള്ളോ? ഒരെണ്ണം മതി. ഇതേപോലെയാ? ഇത് ഏതാ? റോസ് വെച്ചിട്ട്? റോസും ഇപ്പൊ കെട്ടിയതാ അത്? ആണോ? ഒന്ന് മതി. ഒന്ന് കാണിക്കോ? ഓക്കെ, നമ്മള് ഈ ബൊക്കെ വാങ്ങാന്നാണ് ഓർത്തത്. ഇത് എടുത്തു. ഫ്ലവർ എല്ലാം നല്ലല്ലേ? എന്താ ചിത്ര? ബൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ. എന്താ പരിപാടി ബൊക്കെ വെച്ചിട്ട്? മോൾക്ക് കൊടുക്കാൻ വേണ്ടിയാണോ? അതെ അതെ. ശരി. ഓക്കെ, അപ്പൊ ബൊക്കെ എല്ലാം വാങ്ങി പരിപാടി എല്ലാം സെറ്റ് ചെയ്ത് ഗായ്സ്. നമ്മളിനി നേരെ പോവാ. ഓക്കെ, തിരിക്കണം തോന്നണേ. ഗായ്സ്, ഞാൻ ഷർട്ടൊക്കെ മാറി. അതല്ലായിരുന്നു എൻ്റെ കോസ്റ്റ്യൂം. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഭയങ്കര വെട്ടമാണല്ലോ. നമ്മളിപ്പോൾ എവിടെ എത്തി? ചേലാന്നൂർ എത്തി. നേരെ അങ്ങോട്ടേക്ക് അവളുടെ വീട്ടിലേക്ക് പോകുന്നു. ഇനി ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട് കാണിക്കാം. ഉറക്കമാണോ? ലൈക്ക് അടിക്കുവാണോ ചിത്ര? ലൈക്ക്. ഓക്കെ, നല്ല വെയിലാണ്. കേറട്ടെ.
ഹലോ ഗായ്സ്, നമ്മൾ വീട് എത്താൻ പോകുന്നു. ഇനി നിങ്ങൾക്ക് പതിയെ മനസ്സിലാവും എന്താ സർപ്രൈസ് എന്നൊക്കെ. പതിയെ പൊക്കോ, സൈഡ് പിടിച്ചു. ആ പതിയെ പോയാൽ മതി. ഇതാണ് അവിടെ വീട് എത്താൻ പോകുന്നു ഗായ്സ്. ആ കയറുന്നില്ല, അതാ വീട്. മേളിൽ കയറ്റി. അതെ അതെ അതെ, കയറ്റിക്കോ. ഓ ഞാൻ നോക്കി നിൽക്കുക. ഇത് ഇന്നലെ ഇട്ടല്ലേ? നീ ആക്കിയതല്ലേ? ഇപ്പൊ ഇന്നലെ ഇട്ടതല്ലേ? ഇപ്പൊ ഇട്ടാ സോക്സ് ഇട്ടു. ഹലോ, എന്താ ചായ കുടിക്കാൻ പോണോ? ഇല്ല, ഞാൻ വീട്ടിൽ എടുക്കൂ. ആരാ ഓക്കെയാണോ? നീ ആക്കിയില്ല? ഇരുന്നോ? എടുത്തു കൊടുക്ക്. സ്വീറ്റ് ഒക്കെ ഉണ്ട്. ബാ. ഹലോ, ആരാ സംസാരിക്ക്? ഹലോ പറ. എന്താ നോക്കുന്നേ? എല്ലാരെയും നോക്കുന്നേ. എന്താ? അതെ. ആ ഹലോ. ആ ഇതൊരു ഹോം ടൂർ ആണോ? ആതിരാടെ റൂം ഇത് റൂമിന്റെ ബാൽക്കണി. പോകാൻ തോന്നില്ലെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നോ. അയ്യോ, ഏത്? ഇതിന്റെ ഓപ്പോസിറ്റാ? ഇവിടെയോ? മേടിക്കാം. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്നോ, ഞാൻ എറണാകുളത്തേക്കാളും. ഇതാണ് നിന്റെ റൂം അല്ലേ? ഓക്കെ, നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്ന? ആ സീക്രട്ട് ഓക്കെ. പെണ്ണ്. ഹലോ ഗായ്സ്, ഇതാണ് നമ്മൾ പറഞ്ഞ സീക്രട്ട്. എന്താ സീക്രട്ട്? നീയല്ലേ പറഞ്ഞ ആ വീഡിയോയില് സീക്രട്ട്? റിവീൽ ചെയ്യേണ്ടത് ഞാനാണ്. ഞാൻ രാവിലെ തൊട്ട് ഞാനല്ലേ പറഞ്ഞു വിളിക്കുന്നത്. അപ്പോ ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി വന്നതാണ് ഗൈസ്. ഞങ്ങളുടെ കല്യാണം ഫിക്സ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഒഫീഷ്യൽ അനൗൺസ്മെന്റ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ സീക്രട്ട്. അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് എല്ലാം പതിയെ ഈ വീഡിയോ അല്ല, ഓരോ വീഡിയോ ആയിട്ട് കാണിക്കാം. അപ്പൊ കല്യാണം വരെയുള്ള അപ്ഡേറ്റ്. ഓക്കെ, അപ്പൊ ഫൈനലി വി ആർ ഗെറ്റിംഗ് മാരീഡ്. റൈറ്റ് ഹാൻഡില് വീഡിയോ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഗൈസ്. കല്യാണം എപ്പോഴാന്നൊക്കെ പതിയെ കാണിക്കാം. അപ്പോൾ എല്ലാ അപ്ഡേറ്റ്സും അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ വീഡിയോസ് കാണാം. ഓക്കെ.
എന്താ? അപ്പൊ നമ്മള് പോവല്ലേ? ശരി, ഞങ്ങള് പോവല്ലേ? അപ്പൊ പോവാ. അപ്പൊ അവിടെ വെച്ച് കാണാൻ. ഓക്കെ. അപ്പൊ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞല്ലേ? അതെ, നിങ്ങൾ വന്ന കാര്യം കഴിഞ്ഞു. ഇതായിരുന്നു നമ്മൾ വന്ന കാര്യം. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സീക്രട്ടും ഇനി ഒരു 3-4 മാസത്തേക്കുള്ള ഒരു പ്ലാനും അല്ലേ? ഒരു 5-6 മാസത്തിൻ്റെ ഉള്ളിലായിരിക്കും. നെക്സ്റ്റ് ഇയർ ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് എപ്പോഴാന്നൊക്കെ പതിയെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഗൈസ്. അതെ, ഫുഡൊക്കെ കഴിച്ചു. ബിരിയാണി, നല്ല ബിരിയാണി ഒക്കെ ഇവര് ആക്കി തന്നു. അതെ അതെ, നല്ല ബിരിയാണിയും ചിക്കൻ ഫ്രൈയും പിന്നെന്തായിരുന്നു? ചിക്കൻ ഫ്രൈയും ബിരിയാണിയും ചിക്കൻ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെന്താ? ഐസ്ക്രീം ഇതൊക്കെ ആയിരുന്നു. അത് കഴിച്ച് വയറ് ഫുള്ളായി ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് പതിയെ ഇറങ്ങാണ്. അപ്പോൾ അതെ, നല്ല വെറൈറ്റി കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട്. വാച്ചൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ഫുള്ള് സെറ്റാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ആക്സസറീസ് ഉണ്ടോ? പൊട്ടിട്ടുണ്ട്. കയ്യിൽ അന്ന് വാങ്ങിയ പച്ച കളർ നെയിൽ പോളിഷ്. ഓക്കെ, അപ്പൊ നമ്മൾ എറണാകുളം പോവാ. അപ്പൊ നീ പതിയെ അങ്ങോട്ടേക്ക് വാ. മോസ്റ്റ്ലി നാളെ ആയിരിക്കും തിരിച്ചു പോകുന്നത്. നോക്കാം, അത് കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരും. ഇവിടെ വേറെ കുറച്ച് പരിപാടികളുണ്ട്. അതെ, ഓക്കെ. അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ ഫൺ ടെക് ഈസ് ഗെറ്റിംഗ് മാരീഡ് എന്ന് പറയാൻ വേണ്ടി ഇവിടെ എല്ലാരും പറഞ്ഞു. അതെ, അതും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഗൈസ്. അപ്പൊ പതിയെ കാണാൻ. ഓക്കെ, ബൈ.